അപ്പൊ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ടോപ്പിക് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആണ്. അത് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഹൗ മെനി ഡേയ്സ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ആർട്ട് ക്യാൻ ബി അറേഞ്ച്? വേർഡ് ആർട്ട് എന്ന് പറയുന്ന ആ വാക്കിനെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ ലെറ്റേഴ്സും ഉപയോഗിച്ച്, അതായത് ഇപ്പം വേർഡ് ആർട്ട് എന്ന് പറയുന്ന വാക്ക് ഞാൻ എഴുതുവാണ്. എന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ മക്കളെ. വേർഡ് ആർട്ട്, ഈ വേർഡ് ആർട്ട് എന്ന് പറയുന്ന ഈ വാക്കിനകത്ത് എത്ര അക്ഷരങ്ങളുണ്ട്? 3, 4, മൊത്തം 7 അക്ഷരങ്ങൾ. അപ്പം ഈ 7 അക്ഷരങ്ങളെ 7 പൊസിഷനുകളിലേക്ക് വെച്ചിട്ട്, 7 അക്ഷരങ്ങളെ നമ്മൾ എത്ര പൊസിഷനിലേക്ക് വെക്കുന്നു? 7 പൊസിഷനുകളിലേക്കും വെച്ചിട്ട് ഈ 7 അക്ഷരങ്ങളുമുള്ള എത്ര വാക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾക്ക് ചോദിച്ചത്. 7 അക്ഷരങ്ങളെ 7 പൊസിഷനിലേക്ക് വെച്ചിട്ട് നമുക്ക് എത്ര വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നമ്മൾക്ക് ചോദിച്ചത്. നമുക്കറിയാം, നമ്മുടെ പെർമ്യൂട്ടേഷന്റെ കോൺസെപ്റ്റിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. n എലമെന്റിനെ 6 പൊസിഷനിലേക്ക് പെർമ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യണം. n എലമെന്റുകളെ 6 പൊസിഷനിലേക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ആണ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ n എലമെന്റ്സിനെ n പൊസിഷനിലേക്ക് പെർമ്യൂട്ട് ചെയ്യണമെങ്കിൽ, n എലമെന്റ്സിനെ n പൊസിഷനിലേക്ക് പെർമ്യൂട്ട് ചെയ്യണമെങ്കിൽ എത്ര ഫാക്ടോറിയൽ രീതിയിൽ എനിക്ക് പെർമ്യൂട്ട് ചെയ്യാതെ? n ഫാക്ടോറിയൽ രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം. ഇതാണ് പെർമ്യൂട്ടേഷന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. n എലമെന്റിനെ 6 പൊസിഷനിലേക്ക് പെർമ്യൂട്ട് ചെയ്യണമെങ്കിൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഇനി n ഇതിനെ p പൊസിഷനിലേക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ, n എണ്ണത്തിനെ നമുക്ക് n പൊസിഷനിലേക്ക് തന്നെ അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? n ഫാക്ടോറിയൽ എന്ന് എഴുതാം. എങ്ങനെ എഴുതാം മക്കളെ? n ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഹൗ മെനി വേസ് ലെറ്റേഴ്സ് ക്യാൻ ബി അറേഞ്ച് ഓഫ് ദ വേർഡ് ആർട്ട്? വേർഡ് ആർട്ട് എന്ന് പറയുന്ന വാക്കിനകത്തിൽ എത്ര എണ്ണം അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അതായത് വേർഡ് ആർട്ടിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 7 ലെറ്റേഴ്സ്. ആ 7 ലെറ്റേഴ്സിനെ എനിക്ക് എത്ര പൊസിഷനിലേക്ക് അറേഞ്ച് ചെയ്യണം? 7 പൊസിഷനിലേക്ക് അറേഞ്ച് ചെയ്യണം. അപ്പൊ ടോട്ടൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, 7 ലെറ്റേഴ്സ് ഉണ്ട്, 7 പൊസിഷനിലേക്കാണ് പെർമ്യൂട്ട് ചെയ്യേണ്ടത്. 7 ലെറ്റേഴ്സ് ഉണ്ട്, 7 പൊസിഷനിലേക്ക് എനിക്ക് പെർമ്യൂട്ട് ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 7 ഫാക്ടോറിയൽ എന്നും നമ്മൾ കണ്ണും പൂട്ടി അങ്ങ് എഴുതി വെക്കും. എത്രയാണ്? 7 ഫാക്ടോറിയൽ എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? കണ്ണും പൂട്ടി അങ്ങ് എഴുതി വെക്കും. പക്ഷെ ഈ 7 ഫാക്ടോറിയൽ എന്നുള്ള സാധനം ശരിയാണോ? 7 ഫാക്ടോറിയൽ എന്നുള്ള രീതി നമുക്ക് ശരിയാണോടെ? പെട്ടെന്ന് കമന്റ് പറയും. 7 ഫാക്ടോറിയൽ അങ്ങനെ നമുക്ക് എഴുതി വെക്കാൻ പറ്റുമോ? 7 ഫാക്ടോറിയൽ എന്ന് നമുക്ക് എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ് നമുക്ക് എഴുതി വെക്കാൻ പറ്റാത്തത്? 7 ഫാക്ടോറിയൽ എന്നൊന്നും നമുക്ക് എഴുതി വെക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നോക്കിയപ്പോൾ W ഒറ്റ തവണയേ ഉള്ളൂ, O ഒറ്റ തവണയേ ഉള്ളൂ. പക്ഷെ R എന്ത് ചെയ്തിട്ടുണ്ട്? 2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ? R എന്ത് ചെയ്തിട്ടുണ്ട്? 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റെപ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഈ 6 ദാ ഇവിടെ പോയാലും ഈ 6 ദാ ഇവിടെ പോയാലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഈ 6 ദാ ഇങ്ങോട്ടേക്ക് പോയാലും ഈ 6 ദാ ഇങ്ങോട്ടേക്ക് പോയാലും പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ടോട്ടൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 7 ഫാക്ടോറിയൽ രീതിയാണ്. അങ്ങനെയാണ് എങ്കിൽ ശരി, ഒരു വാക്ക്, അതായത് 6 എന്ന് പറയുന്ന വാക്ക് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? 6 എന്ന് പറയുന്ന വാക്ക് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നു, 2 ഇടത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഏത് ലെറ്റർ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു? ഇവിടെ 6 ആണ് മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, 2 തവണ. 2 തവണ ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. 3 തവണ ആയിരുന്നെങ്കിൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. 10 തവണ ആയിരുന്നെങ്കിൽ ഡിവൈഡഡ് ബൈ 10 ഫാക്ടോറിയൽ. അതായത് മൊത്തം അറേഞ്ച്മെന്റ് 7 ഫാക്ടോറിയലാണ്. അപ്പൊ എല്ലാ വാക്കുകളും അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് 7 ഫാക്ടോറിയൽ. പക്ഷെ അതിൽ ഒരു വാക്ക് ഒരു ലെറ്റർ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം ഒരെണ്ണം 2 തവണയാകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. നമുക്കറിയാം 7 into 6 into 5 into 4 into 3 into 2 into 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയലിനെ 1 into 2 എഴുതുക അല്ലെ? ഇതും കൂടെ ക്യാൻസൽ ആയി പോകും. ബാക്കി എല്ലാം കൂടെ ചെയ്യുമ്പോൾ 2520 എന്ന് നമുക്ക് കിട്ടും. എല്ലാം കൂടെ മൾട്ടിപ്ലൈ എത്ര കിട്ടും മക്കളെ? 2520. ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സുജി, ഓപ്ഷൻ നമ്പർ സി അല്ല, ഓപ്ഷൻ നമ്പർ ഡി ആണ്. കാരണം അവിടെ 2 R എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ 2 തവണ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ടോട്ടൽ പെർമ്യൂട്ടേഷൻ ഡിവൈഡഡ് ബൈ
ഏത് ലെറ്റർ ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത് എത്ര തവണ. 2 തവണ ആയതുകൊണ്ട് 2 ഫാക്ടോറിയൽ, 3 ആയിരുന്നെങ്കിൽ 3 ഫാക്ടോറിയൽ, 4 ആയിരുന്നെങ്കിൽ 4 ഫാക്ടോറിയൽ. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി അടുത്തത്, അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു വാക്കൊന്ന് അറേഞ്ച് ചെയ്തേ. എത്ര ലെറ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കെ. സ്കൂള്. സ്കൂൾ സ്കൂൾ എന്ന് പറയുന്നത് എത്ര വാക്കുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കെ. സ്കൂൾ എന്ന് പറയുന്ന വാക്കിലെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് നമുക്ക് എത്ര വാക്കുകൾ ഉണ്ടാക്കാം? ദയവായി ശ്രദ്ധിച്ചേ. സ്കൂൾ എന്ന് പറയുന്ന വാക്കിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? സ്കൂൾ എന്ന് പറയുന്ന വാക്കിനകത്ത് 6 ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ? എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സ്. അപ്പൊ 6 ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 6 ഫാക്ടോറിയൽ ആണ് എന്ന് നമ്മൾ വിചാരിക്കും. ആണോ? അല്ല. കാരണം ഓ എന്ത് ചെയ്യുന്നുണ്ടല്ലേ? 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2 ഫാക്ടോറിയൽ. 6ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 into 5 into 4 into 3 into 2 into 1 ഡിവൈഡഡ് ബൈ 1 into 2. ഇത് ഇതുകൂടെ ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കണേ, 4 into 3 12 into 5 60 into 6 360 എന്ന് കിട്ടും. എത്ര കിട്ടോടെ? 360 എന്ന് കിട്ടും. In how many number of ways typical can be arranged? എത്ര രീതിയിലാണ് ടിപ്പിക്കൽ എന്ന് പറയുന്നത് എനിക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതെന്നാണ്. ടിപ്പിക്കൽ എന്ന് പറയുന്നത് എത്ര തവണ എനിക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ്. 5040. നോക്കണം, ടിപ്പിക്കൽ ICAL മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 7 ലെറ്റേഴ്സ്. 7 ലെറ്റേഴ്സ് ആകുമ്പോഴത്തേക്ക് ടോട്ടൽ നമ്പർ എത്രയാണ്? 7 ഫാക്ടോറിയൽ. ഏതെങ്കിലും അക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒന്നും ഡിവൈഡ് ചെയ്യേണ്ട. അപ്പൊ 7 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 7 into 6 into 5 into 4 into 3 into 2 into 1 which is equal to 5040 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയാകുന്നത്. ഏതാണേ? ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്തേ. ഇൻ ഹൗ മെനി ഡേയ്സ് word energy can be arranged in that all vowels and consonants comes together? എനർജി എന്ന് പറയുന്ന വാക്കിന്റെ അറേഞ്ച് ചെയ്യുമ്പോൾ എല്ലാ കൺസണൻസും എല്ലാ വവൽസും ഒന്നിച്ച് വേണം വരാം. അതായത് വവൽസ് എല്ലാം കൂടെ ഒന്നിച്ച് വരണം, കൺസണൻസ് എല്ലാം കൂടെ ഒന്നിച്ച് വേണം. അങ്ങനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. അങ്ങനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ചോദിച്ചത്. ഇതിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ എനർജി എന്ന് പറയുന്ന വാക്ക് ENERGY, ഈ എനർജി എന്ന് പറയുന്ന ഈ വാക്കിലെ വവൽസ് എല്ലാം ഒന്നിച്ചു വരും, കൺസോണൻസ് എല്ലാം ഒന്നിച്ചു വരും. എവിടെ പോയാലും വവൽസ് എല്ലാം ഒന്നിച്ചാണ്. ഇതിനകത്ത് വവൽസ് ഏതൊക്കെയാണ്? ഈയുമാണ് വവൽസ്. അത് എവിടെ പോയാലും ഒന്നിച്ചേ പോകുള്ളൂ. ബാക്കിയുള്ളവന്മാരാണ് കൺസോണൻസ്. ഏതൊക്കെയാണ്? NRGY ആണ് അല്ലെ? NRGY. ഇവന്മാരും എവിടെ പോയി കഴിഞ്ഞാലും ഒന്നിച്ചേ പോകത്തുള്ളൂ. ഈയും എവിടെ പോയി കഴിഞ്ഞാലും ഒന്നിച്ചേ പോകത്തുള്ളൂ. NRGYയും എവിടെ പോയി കഴിഞ്ഞാലും ഒന്നിച്ചേ പോകത്തുള്ളൂ. ഇൻ എഫക്ട് നോക്കടാ, 1 2 3 4 5 6 ലെറ്റർ ഉള്ള ഈ എനർജി എന്ന് പറയുന്ന വാക്ക് ഇൻ എഫക്ട് എത്ര ലെറ്റർ ആയിട്ട് ചുരുങ്ങി? 2 ബ്ലോക്ക് ആയിട്ട് അങ്ങ് ചുരുങ്ങി അല്ലെ? അതായത് ഈ ഇതെല്ലാം ഒന്നിച്ച്, അതായത് ഈ വവൽസ് എല്ലാം ഒന്നിച്ച്, ഈ കൺസോണൻസ് എല്ലാം ഒന്നിച്ച്. അപ്പം ഇങ്ങനെ 2 ഇതായിട്ട്, അല്ലെങ്കിൽ ഇൻ എഫക്ട് 2 ലെറ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? 2 ലെറ്റർ ബ്ലോക്കുകളായിട്ട് ഈ എനർജി എന്ന് പറയുന്ന വാക്ക് ചുരുങ്ങുന്നു. എനർജി എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ, അതായത് 1 2 3 4 5 6 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ രീതിയിൽ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് വവൽസ് എല്ലാം കൂടെ ഒന്നിച്ച് വരണം, കൺസണൻസ് എല്ലാം കൂടെ ഒന്നിച്ച് വരണം. അതായത് വവൽസ് എല്ലാം കൂടെ ഒരു ബ്ലോക്ക് ആയിട്ടേ വരത്തുള്ളൂ, കൺസണൻസ് എല്ലാം മറ്റൊരു ബ്ലോക്ക്. അങ്ങനെ ഇൻ എഫക്ട് എനർജി എന്നുള്ള 6 അക്ഷരങ്ങളുള്ള ആ ഒരു പദം അല്ലെങ്കിൽ ആ ഒരു വേർഡ് എത്രയായിട്ട് ചുരുങ്ങി? 2 അക്ഷരങ്ങളായിട്ട് ചുരുങ്ങി അല്ലെ? ഇ എന്ന് പറയുന്ന ഒരു ബ്ലോക്കും NRGY എന്ന് പറയുന്ന മറ്റൊരു ബ്ലോക്കും. അങ്ങനെ 6 അക്ഷരങ്ങൾ 2 ബ്ലോക്കുകളായിട്ട് അങ്ങ് ചുരുങ്ങി. ഈ 2 ബ്ലോക്കുകളെ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം? 2 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം അല്ലെ? ഈ ബ്ലോക്കുകളെ നമുക്ക് എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം? 2 ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഈ ബ്ലോക്കുകളെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 2 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഇൻടു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ബ്ലോക്കുകൾക്കകത്ത് എന്ത് ചെയ്യാം? അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? മാറി തിരിഞ്ഞിരിക്കാം. ഈ ബ്ലോക്കുകൾക്കുള്ളിൽ ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? മാറി തിരിഞ്ഞിരിക്കാം. ഞാൻ ആദ്യം ഈയുടെ കേസ് എടുക്കുന്നു. ഈ 2 പൊസിഷൻ ആണ്. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ, മാക്സിമം നമുക്ക് എത്ര പെർമ്യൂട്ടേഷൻ ചെയ്യാം?
2 ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് ഈ ഇയെയും ഇയെയും പരസ്പരം നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷേ ഈ മീയും സെയിം ഇതായതുകൊണ്ട് തന്നെ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, ഒരു 2 ഫാക്ടോറിയൽ ചെയ്യുക ഇൻറ്റു. ഇനി NRGY നോക്കുക, 4 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ഈ 4 എണ്ണം ഈ 4 പൊസിഷനിൽ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അപ്പൊ ടോട്ടൽ എത്ര രീതിയിൽ ആ ബ്ലോക്കിനകത്ത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം, 4 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം മക്കളെ, 4 ഫാക്ടോറിയൽ രീതി. ഇൻ എഫക്റ്റ് ടോട്ടൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഈ 2 ബ്ലോക്കുകളെ 2 ഫാക്ടോറിയൽ രീതിയിൽ. ഇനി ആ ബ്ലോക്കിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇയെയും ഇയെയും 2 ഫാക്ടോറിയൽ രീതിയിൽ. പക്ഷെ ഈ മീയും റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു. ഇനി അടുത്ത ബ്ലോക്കിലേക്ക് പോകുമ്പോൾ 4 എലമെന്റ്സ്, അപ്പോൾ 4 ഫാക്ടോറിയൽ രീതിയിൽ. അപ്പൊ എന്താ, ഇതും ക്യാൻസൽ ആയി പോകും. 2 ഫാക്ടോറിയലിന്റെ വാല്യൂ 2 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇത് എത്ര കിട്ടൂടെ, 6 4 24 ഇൻറ്റു 2 48 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എനർജി എന്ന് പറയുന്ന പദത്തിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇതൊന്ന് ചെയ്തേ, അതേ മോഡൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഹൗ മെനി ways the word pride can be arranged so that the vowels and the consonants comes together? ഇപ്പം പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ്, വവൽസും കോൺസോണൻസും ഒന്നിച്ചോ. In how many words pride can be arranged? The word pride can be arranged so that vowels and consonants are together. വവൽസും കോൺസോണൻസും ഒന്നിച്ച് വരുന്ന എത്ര രീതി നോക്കട്ടെ. ഈ പ്രൈഡ് PRIDE, കൺസോണൻസ് എല്ലാം കൂടെ ഒന്നിച്ചെടുക്കുക, വവൽസ് എല്ലാം കൂടെ ഒന്നിച്ചെടുക്കുക. വവൽസ് എന്ന് പറഞ്ഞാൽ IE, അതൊരു ബ്ലോക്കാണ്. പിന്നെ വവൽസ് എല്ലാം കൂടെ ഒന്നിച്ചെഴുതും IE. ഇനി കൺസോണൻസ് TRD. അപ്പൊ ഈ 2 ബ്ലോക്കായിട്ട് മാറി അല്ലെ, ഈ 5 വാക്കുകൾ 2 ബ്ലോക്കായിട്ട് മാറി. അപ്പൊ ആ 2 ബ്ലോക്കുകളുടെ അറേഞ്ച്മെന്റ് 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇത് IM EM 2 വ്യത്യസ്തമാണ് അല്ലെ, അപ്പൊ അത് എത്ര 2 ഫാക്ടോറിയൽ ഇൻറ്റു TRD 3 അക്ഷരങ്ങളുണ്ട്, ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് 3 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇൻറ്റു 2 ഇൻറ്റു ഇവിടെ എത്ര വരും, 6 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 24 എന്ന് വരും. ഓപ്ഷൻ നമ്പർ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ നമ്പർ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കേ. ഇഫ് ദർ ആർ 12 പേഴ്സൺ ഇൻ എ പാർട്ടി, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം, ഒരു ടൈപ്പ് ചോദ്യമാണ്. ഒരു പാർട്ടിയിൽ 12 ആൾക്കാരുണ്ട്, അവരെല്ലാം പരസ്പരം ഹാൻഡ് ഷേക്ക് ചെയ്യുക. അങ്ങനെയാണ് എങ്കിൽ മൊത്തം എത്ര ഹാൻഡ് ഷേക്കുകൾ അവിടെ നടന്നു? അങ്ങനെയാണ് എങ്കിൽ മൊത്തം എത്ര ഹാൻഡ് ഷേക്കുകൾ അവിടെ നടന്നു? അങ്ങനെയാണ് എങ്കിൽ മൊത്തം എത്ര ഹാൻഡ് ഷേക്കുകൾ അവിടെ നടന്നു നോക്കണേ. എടേ, ഒരു പാർട്ടിയിൽ 12 ആൾക്കാരും പോയി, അവിടെ അവന് പരസ്പരം ഹാൻഡ് ഷേക്ക് നടന്നുവാണ്. അങ്ങനെ എത്ര ഹാൻഡ് ഷേക്ക് നടന്നു എന്നാണ് ചോദിച്ചത്. എടേ, ഒരു ഹാൻഡ് ഷേക്ക് നടക്കുമ്പോൾ ഒരു ഹാൻഡ് ഷേക്ക് എത്ര ആൾക്കാർ വേണം? ഒരു ഹാൻഡ് ഷേക്കിന് 2 പേര് വേണം അല്ലെ. എത്ര പേരാണ് ഒരു ഹാൻഡ് ഷേക്കിൽ വരുന്നത്? 2 പേര്. അതായത് ഒരാളുടെ തന്നെ കൈ പിടിച്ച് കുലുക്കുന്നതിനെ നമ്മൾ ഒരിക്കലും എന്താണ് പറയത്തില്ല, ഹാൻഡ് ഷേക്ക് ആയിട്ട് പറയത്തില്ല. ഒരാളുടെ ഹാൻഡ് മറ്റൊരാൾ പിടിച്ച് കുലുക്കണം, അതാണ് നമ്മൾ ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹാൻഡ് ഷേക്ക് നടക്കണമെങ്കിൽ എത്ര പേര് വേണം? 2 പേര് വേണം. അതായത് ഈ 12 പേരിൽ നിന്നും അറ്റ് എ ടൈം 2 പേരാണ് പരസ്പരം കൈമാറുന്നത് അല്ലെ, കൈകൾ പിടിച്ച് കുളിക്കുന്നത് അല്ലെങ്കിൽ ഹാൻഡ് ഷേക്ക് ചെയ്യുന്നത്. അതായത് 12 പേരിൽ നിന്നും അറ്റ് എ ടൈം 2 പേരെയാണ് സെലക്ട് ചെയ്യുന്നത് ഒരു ഹാൻഡ് ഷേക്കിങ്ങിന് വേണ്ടി. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ, അവിടെ സെലക്ഷൻ ആണ് വരുന്നത് അല്ലെ. 12ൽ നിന്നും അറ്റ് എ ടൈം 2 പേരെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് എങ്കിൽ ടോട്ടൽ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഹാൻഡ് ഷേക്ക് അല്ലെങ്കിൽ ടോട്ടൽ സെലക്ഷൻ അറ്റ് എ ടൈം 12ൽ നിന്ന് 2 പേര്, എത്രയാണ്? 12 C2 എന്ന് കിട്ടും. ഈ 12 C2നെ നമുക്ക് ഇങ്ങനെ എഴുതാം. 12 C2നെ 12 ഇൻറ്റു 2 പൊസിഷൻ ആണ് അല്ലെ. 12ൽ നിന്ന് 2 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ 12 അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 11 ഹോൾ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 എന്ന് എഴുതാം. ഈ 2 ഇതും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടൂടെ? 66 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2 എന്ന് നമുക്ക് കിട്ടും. എത്രയാണേ? 2 ഓപ്ഷൻ നമ്പർ 2 66 എന്ന് നമുക്ക് കിട്ടും. അതായത് ഒരു ഹാൻഡ് ഷേക്കിൽ അതിൽ 2 പേരാണ്. അതായത് 12 പേരടങ്ങുന്ന ആ ഒരു പാർട്ടിയിലെ ആൾക്കാരിൽ നിന്നും മറ്റേ 2 പേരെ സെലക്ട് ചെയ്യണം. അങ്ങനെ ടോട്ടൽ എത്ര പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂടെ? 12 C2 ആൾക്കാർ രീതിയിൽ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 66. ഒരു ജനറൽ റിസൾട്ട് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. n നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ട്. ടോട്ടൽ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത് NC2 ആയി. n നമ്പർ ഓഫ് ആൾക്കാരുണ്ട്. ടോട്ടൽ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും?
അത് NC2 ആയിരിക്കും. എത്രയായിരിക്കും മക്കളെ? NC2 ആയിരിക്കും. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായോ? എത്രയായിരിക്കും? അത് NC2 ആയിരിക്കും. അത് റിസൾട്ട് ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചിട്ട്. N ആൾക്കാരുണ്ട്. 10 ആൾക്കാരാണെങ്കിൽ 10 C2, 100 ആൾക്കാരാണെങ്കിൽ 100 C2, 70 ആൾക്കാരുണ്ടെങ്കിൽ 70 C2. ക്ലിയർ ആണല്ലോ? അതൊരു റിസൾട്ട് ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കോ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ്. ഇതൊന്ന് ചെയ്തേ. വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെന്റ് തിങ്സ് ടേക്കൺ r അറ്റ് എ ടൈം എന്നാണ് പറഞ്ഞത്. n ഡിഫറെന്റ് തിങ്സ് ഉണ്ട്, r അറ്റ് എ ടൈം നമ്മൾ എടുക്കുമ്പോൾ വേർ റെപ്പറ്റീഷൻ ഈസ് അലൗഡ്. റെപ്പറ്റീഷൻ എന്ത് ചെയ്യുവാണ്? അലൗ ചെയ്തിരിക്കുക. റെപ്പറ്റീഷൻ എന്ത് ചെയ്യുവാണ്? അലൗ ചെയ്തിരിക്കുക. അലൗഡ് ആണ് എങ്കിൽ എത്ര രീതിയിൽ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. പെട്ടെന്നാണ്. പെർമ്യൂട്ടേഷൻ ഓഫ് n ഡിഫറെന്റ് തിങ്സ് ടേക്കൺ r അറ്റ് എ ടൈം വേർ റെപ്പറ്റീഷൻ ഈസ് അലൗഡ്. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് പെർമ്യൂട്ടേഷന്റെ കോൺസെപ്റ്റ് പറയുമ്പോൾ റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ 5p3 5 3 പൊസിഷനിലേക്ക് അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിൽ സപ്പോസ് 5 ലെറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 5 ലെറ്റേഴ്സിനെ 3 പൊസിഷനിലേക്ക് അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പൊസിഷനിൽ 5, രണ്ടാമത്തെ പൊസിഷനിൽ 4, മൂന്നാമത്തെ പൊസിഷനിൽ 3. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? 60 5p3 എന്ന് പറയും. അതായത് 5 എണ്ണത്തിനെ 3 ഭാഗത്തേക്ക് അല്ലെങ്കിൽ 3 പൊസിഷനിലേക്ക് ഞാൻ പെർമ്യൂട്ട് ചെയ്യുകയാണ് വിത്തൗട്ട് റെപ്പറ്റീഷൻ. പെർമ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല എങ്കിൽ വിത്തൗട്ട് റെപ്പറ്റീഷൻ എന്നാണ് അർത്ഥം. അതായത് ഒരു പൊസിഷനിൽ ഇരുന്ന സാധനം മറ്റെവിടെ വരാനും പാടില്ല. ഇനി വിത്ത് റെപ്പറ്റീഷന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എന്റെ കയ്യിൽ 3 ലെറ്റേഴ്സ് ഉണ്ട്. ആ 3 എന്റെ 5 ലെറ്റേഴ്സ് ഉണ്ട്. ആ 5 ലെറ്റേഴ്സിനെ എനിക്ക് 3 പൊസിഷനിലേക്ക് അറേഞ്ച് ചെയ്യണം. ഒന്നാമത്തെ പൊസിഷനിൽ ഉപയോഗിക്കുന്ന ലെറ്റർ എനിക്ക് വേറെ ഉപയോഗിച്ചാലും എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതായത് ഞാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ഇവിടെയും എല്ലാം ഒരേപോലെയുള്ള ലെറ്റേഴ്സ് വരാം. അങ്ങനെ വരുമ്പോൾ മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ പൊസിഷനിൽ 5 ലെറ്റേഴ്സിൽ ഏതിനെ വേണമെങ്കിലും എനിക്ക് അറേഞ്ച് ചെയ്യാം. റെപ്പറ്റീഷൻ അലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ച സാധനം തന്നെ എനിക്ക് എവിടെ ഉപയോഗിക്കാം? ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ രണ്ടാമത്തെ പൊസിഷനിലും 5 ഏത് വേണമെങ്കിലും വരാം. അപ്പൊ മൂന്നാമത്തെ പൊസിഷനിലും 5 ഏത് വേണമെങ്കിലും വരാം. അതായത് 5 × 5 × 3, അതായത് 5⁻3. അതായത് 5 എലമെന്റുകളെ എനിക്ക് 3 പൊസിഷനിലേക്ക് പെർമ്യൂട്ട് ചെയ്യണം. റെപ്പറ്റീഷൻ അലൗഡ് ആണ്. അതായത് ഒരെണ്ണത്ത് ഉപയോഗിച്ചത് എനിക്ക് വേറെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിൽ 5, രണ്ടാമത്തെ പൊസിഷനിൽ 5, മൂന്നാമത്തെ പൊസിഷനിൽ 5, അതായത് 5⁻3. അതായത് 5 എണ്ണത്തിനെ 3 പൊസിഷനിലേക്ക് പെർമ്യൂട്ട് ചെയ്യണം. റെപ്പറ്റീഷൻ അലൗഡ് ആണ് എങ്കിൽ 5⁻3. അതുപോലെ തന്നെയാണ് n സാധനങ്ങളെ 6 പൊസിഷനിലേക്ക് പെർമ്യൂട്ട് ചെയ്യണം. റെപ്പറ്റീഷൻ അലൗഡ് ആണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ n⁻r എന്ന് നമുക്ക് കിട്ടും. എന്ത് കിട്ടും മക്കളെ? n⁻r. n എലമെന്റുകളുണ്ട്, അതൊരു 6 പൊസിഷനിലേക്ക് എനിക്ക് പെർമ്യൂട്ട് ചെയ്യണം. റെപ്പറ്റീഷൻ അലൗഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? n⁻r രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം? അതിനെ അറേഞ്ച് ചെയ്യാം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പം അതേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. n ഡിഫറെന്റ് തിങ്സ് ഉണ്ട്, 6 പൊസിഷനിലേക്ക്, 6 അറ്റ് എ ടൈം എനിക്ക് 6 പൊസിഷനിലേക്ക് എനിക്ക് അറേഞ്ച് ചെയ്യണം. റെപ്പറ്റീഷൻ അലൗഡ് ആണ്. റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ എത്രയാണ്? n⁻r ആണ്. എത്രയാണ് മക്കളെ? n⁻r ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ?